അങ്ങനെ ഇന്നലത്തോടുകൂടി പെരുന്നാ പോപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായി. കുറച്ചു കാലം കൊണ്ട് ഇത് കിടന്ന് അടിക്കുകയാണ് നായർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ. ഒരു കാര്യം നായർ സമുദായത്തിൽപ്പെട്ടവരും നായർ സമാജത്തിൽപ്പെട്ടവരും ഈ തമ്മിൽ തല്ലുന്നവരും അറിഞ്ഞിരുന്നാൽ വളരെ മനോഹരം. മന്നത്ത് പത്മനാഭൻ പിള്ള എന്ന ആചാര്യ തുല്യ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. മന്നത്ത് പത്മനാഭ പിള്ളയുടെ പേരിലെ പിള്ള എന്നുള്ളത് കേട്ടാൽ ഞാൻ ഇനി ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആളാണോ എന്ന് തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പിള്ള എന്ന പേരും കളഞ്ഞിട്ട് വെറും പത്മനാഭനായി, മന്നത്ത് ജനിച്ചത് കൊണ്ട് മന്നത്ത് പത്മനാഭനായി ഒരു സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കുന്നതിനും വലിയ പിന്തിരിപ്പൻ ആശയങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷത്ത് സ്ത്രീകൾ കുറേ അധികാരവും സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചിരുന്നു. മറുവശത്ത് കുടുംബജീവിതത്തിൻ്റെ ഒരുപാട് താളപ്പിഴകളും സ്ത്രീകളൊക്കെ അനുഭവിച്ചിരുന്നു. ആ ഒരു കാലമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പഴയ കാലത്തെ തോണ്ടിപ്പറക്കി കുത്തിയെടുത്ത് പുതിയ കാലത്തെ കുട്ടികൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട, അതവിടെ നിൽക്കട്ടെ. എന്തായാലും മന്നത്ത് പത്മനാഭനെ പോലെയുള്ള വലിയ ആചാര്യന്മാരിരുന്നിട്ടുള്ള സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് വരുന്ന ഗോപാലകൃഷ്ണനെ പോലെയുള്ള വളരെ വലിയ നേതാക്കൾ ഇരുന്നിട്ടുള്ള സ്ഥലത്താണ് സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയത്. അന്ന് മുതലേ അദ്ദേഹം പല പേരുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാറുണ്ട്. സമദൂരം കുറച്ച് ദിവസം പറഞ്ഞു. അപ്പോൾ ഒരു പാർട്ടിയുമായിട്ടും ബന്ധമില്ല, ഞങ്ങൾ സമദൂരമാണ് എല്ലാവരുമായിട്ട്. എന്നിട്ട് അടിയിൽ കൂടെ ചില സ്ഥാനാർത്ഥികൾക്കും ചില ആളുകൾക്കും സ്ഥാനാർത്ഥിത്വം കൊടുക്കും. കോൺഗ്രസിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന അഭിപ്രായം പറയും. ഇങ്ങനെയൊക്കെയുള്ള കുറേ തരികിട പരിപാടികളൊക്കെ ഉണ്ടായി. സമദൂരം പോയതിനു ശേഷം പിന്നെ ശരിദൂരം പറഞ്ഞു. പിന്നെ കഴിഞ്ഞ് പ്രശ്നദൂരം എന്നൊരു ദൂരം ഉണ്ടാക്കി. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നാധിഷ്ഠിതമായി നമ്മൾ ദൂരം നിശ്ചയിക്കും. അങ്ങനെ നിശ്ചയിച്ച് അവസാനം പിണറായി ശിഷ്യരായി മാറി. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അയ്യപ്പ സംഗമം ഭയങ്കര സംഭവമാണ്. അവസാനം അയ്യപ്പ സംഗമത്തെ കോടതിയും നടത്തിയവരും എല്ലാം തള്ളിപ്പറഞ്ഞ് കെ ജയകുമാർ IAS കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു കാരണവശാലും ഇനി നടത്താൻ പാടില്ല, അയ്യപ്പന് പബ്ലിസിറ്റി വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിപ്പറഞ്ഞ പരിപാടിയെ വലിയ മഹത്വമായി കൊട്ടിഘോഷിക്കുകയാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ചെയ്തത്. തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ അവിടെ വന്നാൽ 2 പരവതാനിയും വിരിച്ച് സ്വീകരിക്കും. ഇഷ്ടമല്ലാത്തവർ വന്നാൽ അതേത് പാർട്ടിയിലുള്ളവരായാലും അവരെ വരാൻ സമ്മതിക്കത്തില്ല. സമയം ചോദിച്ചാൽ സമയം കൊടുക്കത്തില്ല, അഭിമുഖത്തിന് സമയം കൊടുക്കത്തില്ല, കാണാൻ സമയം കൊടുക്കത്തില്ല. പെരുന്നയിൽ മന്നത്ത് പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതിനൊക്കെ ഒരു വേറെ ചില നിബന്ധനകളൊക്കെ വെച്ചു. CV ആനന്ദബോസ് ഗവർണറാകുന്നതിന് മുമ്പോ ഗവർണറായതിനു ശേഷം അവിടെ പോയെന്നും അവിടെ കയറ്റിയില്ലാന്നും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ വിവാദമുണ്ടായി. രാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അവിടെ ചെല്ലാമെന്ന് സമയം ചോദിച്ചിട്ട് കൊടുത്തില്ല. അങ്ങനെ വളരെ ഗൗരവതരമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് CV ആനന്ദബോസ്, അദ്ദേഹം നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ നായർ സമുദായത്തിൻ്റെ കരയോഗത്തിലെ പുസ്തകങ്ങൾ വായിച്ചാണ് IAS എഴുതിയെന്നൊക്കെ അദ്ദേഹം അഭിമാനപൂർവ്വം പറയാറുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ഒരു സമ്മേളനത്തിൽ, നായർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. അവിടെ ഡൽഹിയിൽ നായർ സമ്മേളനത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് സ്മൃതി മണ്ഡപവും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ ആചാര്യൻ്റെ പ്രതിമയും വയ്ക്കണം, അതിനുള്ള സ്ഥലമൊക്കെ സർക്കാരിനോട് ചോദിക്കണമെന്ന് പറഞ്ഞ് സർക്കാർ സ്ഥലം കൊടുത്തു. അവിടെ ഇന്നലെ സ്മൃതി മണ്ഡപവും അതുപോലെ തന്നെ സ്മാരകവും പ്രതിമയും ഉയർന്നു. അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിൽ CV ആനന്ദബോസിന് എന്തുകൊണ്ടോ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു തുടക്കക്കാരൻ. അദ്ദേഹത്തിൻ്റെ 1 മാസത്തെ ശമ്പളം സൗജന്യമായി കൊടുക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ സംഭവിച്ചോ എന്നറിയില്ല. എന്തായാലും സുരേഷ് ഗോപി അവിടെ ഉണ്ടായിരുന്നു, CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിൽ ആരും വരണ്ട എന്നൊന്നും ജനറൽ സെക്രട്ടറി പറയുന്നത് ശരിയല്ല. അങ്ങനെ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറിക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറയാതെ CP രാധാകൃഷ്ണൻ പറഞ്ഞു, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. എന്നാൽ മന്നത്ത്
പെരുന്നയിൽ, മന്നത്തല്ല പെരുന്നയിൽ പുനഃപ്രതിഷ്ഠ നടക്കും എന്ന്, അതായത് സുകുമാരൻ നായരെ മാറ്റി പ്രതിഷ്ഠിക്കുമെന്ന് വളരെ കൃത്യമായി സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം, അല്ലെങ്കിൽ ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി എന്തായാലും സി വി ആനന്ദബോസും സുരേഷ് ഗോപിയൊക്കെ കൂടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതിന് ബി ജെ പിയുടെ അനുഗ്രഹാശിസ്സുകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ കെ ബി ഗണേഷ് കുമാറും സുകുമാരൻ നായരും ഒരു തെറ്റി, അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. കെ ബി ഗണേഷ് കുമാറിൻ്റെ ഡയറക്ടർ ബോർഡിൽ എടുത്തില്ല. അവൻ വേണമെങ്കിൽ കേസിന് പോയി അവൻ വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞു, അയാൾ എന്നൊക്കെ പറഞ്ഞു, അയാൾ എന്നൊക്കെ പറഞ്ഞു. വളരെ മോശമായ പദപ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. അതും വഴക്കായി നിൽക്കുകയാണ്. ആ വഴക്കും വക്കാണത്തിനോടൊപ്പം തന്നെയാണ് ഇതും ഒരു പ്രശ്നമായി നിൽക്കുന്നു. എന്തായാലും ബി ജെ പി സംഘപരിവാറും NSS പിടിച്ചെടുക്കാനുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭാവിയിലെ വരുന്ന 2029 തിരഞ്ഞെടുപ്പ് മുമ്പ് NSSനെ കൈക്കലാക്കുക എന്നുള്ളതാണ്. SNDPയെ ആൾറെഡി കൈക്കലാക്കി കഴിഞ്ഞു. വെള്ളാപ്പള്ളി വിചാരിച്ചാലൊന്നും SNDPക്കാരൻ നിൽക്കുന്നില്ല. അവർ വലിയൊരു വിഭാഗം തുഷാർ വെള്ളാപ്പള്ളി വഴിയും അല്ലാതെയും ബി ജെ പിയോട് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നായർ കമ്മ്യൂണിറ്റിയിലും ഒരു വിഭാഗം അടുത്തു. പക്ഷേ ഔപചാരികമായി നായർ സർവീസ് സൊസൈറ്റിയെ തന്നെ ബി ജെ പി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. എന്തായാലും ശരിദൂരവും സമദൂരവും പ്രശ്നദൂരവും പ്രശ്നാധിഷ്ഠ ദൂരവും ഒക്കെ മാറി ശരിയായ ദൂരത്തിലേക്ക് ബി ജെ പി എത്തും എന്നാണ് എല്ലാ ഭാഗത്തു നിന്നുമുള്ള വർത്തമാനം.